നമസ്കാരം. റാഫ്റ്റ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വിനിയെ റയൽ ഒഴിവാക്കിയേക്കും, വിനി എംബാപ്പയുടെ സാലറി ചോദിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പലരും പ്രചരിപ്പിക്കുന്നുണ്ട്. അത് ശരിയല്ല എന്നുള്ളത് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. വിനിയും റയലും തമ്മിലുള്ള നെഗോസിയേഷൻസ് ഇനിയും നടക്കാതിരിക്കുന്നതേ ഉള്ളൂ. 2 വർഷക്കാലത്തേക്ക് സ്റ്റിൽ അദ്ദേഹത്തിന് കോൺട്രാക്റ്റ് ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തെ ഒഴിവാക്കുക എന്ന തരത്തിൽ ആരെങ്കിലും പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സാധ്യത ഇപ്പോഴില്ല എന്ന് DRUAS റിപ്പോർട്ട് ചെയ്യുന്നു. അതിന് ചില കാരണങ്ങളുമുണ്ട്. പെരസിൻ്റെ പ്രിയപ്പെട്ടവനാണ് വിനി. അങ്ങനെ ഒരാളെ അത്ര എളുപ്പം അങ്ങ് ഒഴിവാക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്നാലും DRUASൻ്റെ റിപ്പോർട്ടിലേക്ക് പോവുകയാണ്. അവർ കുറിക്കുന്നു, വിനിക്ക് റയലിൽ തുടരണം. അദ്ദേഹം വളരെ ഹാപ്പിയാണ്, റയലിൽ ഹാപ്പിയാണ്. അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയർ ആയിട്ട് തന്നെ അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നുമുണ്ട്. റയൽ മാഡ്രിഡ് ആണ് തനിക്ക് ചരിത്രം കുറിക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം എന്ന് വിനിക്ക് നന്നായിട്ടറിയാം. എല്ലാ ടൈറ്റിൽസിന് വേണ്ടിയിട്ടും അവിടെ കോമ്പീറ്റ് ചെയ്യുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ ഫ്ലോറന്റീനോ പെരസും വിനിയും തമ്മിൽ നല്ല ബന്ധമാണ്. ഫ്ലോറന്റീനോ പെരസ് വിനിയുടെ കാര്യത്തിൽ വളരെ ഇംപ്രസ്ഡ് ആണ്. അത് 2 UCL കിരീടങ്ങൾ നേടി എന്നുള്ളത് കൊണ്ടും പെർഫോമൻസ് കൊണ്ടും മാത്രമല്ല, അതിനപ്പുറം അൺകണ്ടീഷണൽ ലവ് ഹി ഈസ് ഓൾവേസ് ഷോൺ ടു റയൽ മാഡ്രിഡ്. റയലിനോട് അദ്ദേഹം കാണിച്ചുകൊണ്ടിരിക്കുന്ന ആ ഉപാധികളില്ലാത്ത സ്നേഹമുണ്ടല്ലോ, അത് വല്ലാതെ പെരസിനെയും സ്വാധീനിച്ചിട്ടുണ്ട്. അവർ തമ്മിൽ ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പാണ്, മ്യൂച്വൽ ട്രസ്റ്റ് ആണ് അവർ തമ്മിലുള്ളത് എന്ന് DRUAS റിപ്പോർട്ട് ചെയ്തു. നമുക്കറിയാം പെരസും വിനിയും തമ്മിലുള്ള ബന്ധം. അവരെ നമ്മൾ ഒരുമിച്ച് കാണുമ്പോഴൊക്കെ ആ ഒരു സ്നേഹവും ബഹുമാനവും ഒക്കെ, മ്യൂച്വൽ റെസ്പെക്റ്റ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. വിനിക്ക് ബാലൻ ഡി ഓർ കിട്ടില്ലെന്ന് കണ്ടപ്പോൾ പോകണ്ടടോ, അങ്ങോട്ടേക്ക് പോവണ്ട എന്ന് റയൽ മാഡ്രിഡിന്റെ ഡെലിഗേഷനോട് തീരുമാനമെടുത്തത് ഇതേ പെരസ് തന്നെയാണ്. അദ്ദേഹത്തിന് വിനിയോട് അത്രയധികം താല്പര്യമാണ്. അങ്ങനെയുള്ളൊരു വിനിയെ ഇമ്മീഡിയറ്റ്ലി റയൽ കൈവിടുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ടോക്സ് എത്താം.